സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. അനന്തു കൃഷ്ണന്റെ വാഹനങ്ങൾ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു അനന്തു കൃഷ്ണൻ. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പടക്കം പൂർത്തീകരിക്കാനുമാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാകും തെളിവെടുപ്പ്. മൂവാറ്റുപുഴയിലെ സീഡിന്റെ ഓഫീസിലും എറണാകുളത്തെ ഓഫീസിലുമാകും പ്രധാനമായും തെളിവെടുപ്പ് നടക്കുക. അതിനിടെ അനന്തു കൃഷ്ണന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നോവ ക്രിസ്റ്റ അടക്കം 3 കാറുകളാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ വാഹനങ്ങൾ വാങ്ങിയത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ചാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനന്തു കൃഷ്ണന്റെ അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിലൂടെ ഇടുക്കിയിൽ വാങ്ങിക്കൂട്ടിയ കോടികളുടെ ഭൂസ്വത്തുക്കൾ ഇവയാണ് കണ്ടുകെട്ടുക. അതേസമയം സീഡ് സൊസൈറ്റിക്കെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ലഭിച്ചത് 813 പരാതികളാണ്. ഇതിൽ 22 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലും കരിമണ്ണൂരിലുമാണ് ഏറ്റവും കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്തത്. ജനം, കൊച്ചി.